ശ്രീ കെ കെ രവി, ഞാൻ ചോദിച്ചത് ഇപ്പോൾ അർജുൻ്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു, എവിടെയാണ് നിങ്ങൾ ഇടപെട്ടത്, എൻ്റെ മകൻ എവിടെ? ആ ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കാൻ 7ാമത്തെ ദിവസം തീരുമ്പോഴും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഈ തെരച്ചിൽ കാര്യക്ഷമമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു റഡാറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ തെരച്ചിൽ. ഈ റഡാറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ തെരച്ചിൽ നടത്തിയാൽ ഓരോ ദിവസങ്ങളും ഇങ്ങനെ നമുക്ക് പോയിക്കൊണ്ടിരിക്കും എന്നല്ലാതാണ്ട് നമുക്കിതിന് ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ ഈ അർജുനെ വീണ്ടെടുക്കാനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത് മുഴുവൻ ഒരു മിഷനറി, ഈ റഡാറും മറ്റുള്ള ഇതും നമുക്ക് വിശ്വസനീയമായ രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. കാരണം റഡാർ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു ബീപ്പ് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നമ്മൾ റഡാറിനെ ബേസ് ചെയ്യേണ്ട എന്നല്ല, അതിനേക്കാൾ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഏതെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. കാരണം നേവിയുടെ അടുത്തും മറ്റ് ഡിഫൻസിൻ്റെ അടുത്തും അങ്ങനെയുള്ള ആയുധങ്ങൾ, മിഷനറികളുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഷിപ്പ് തന്നെ പണ്ട് വെള്ളത്തിനടിയിൽ പോയിട്ട് ആ ഷിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ചന്ദ്രനിൽ പോയിട്ട് ആൾക്കാർ അതിനുള്ളിൽ കാണുന്നില്ലേ? അപ്പം നമുക്ക് ഈ ഭൂമിയിലുള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് വളരെ ലാഘവത്തോടെ തന്നെ ഇപ്പോഴും ആ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം നിങ്ങൾ പൂർണ്ണ ബോധ്യത്തോടു കൂടി മണ്ണ് മുഴുവൻ മാറ്റി ഇത് കരയിലില്ല എന്നുള്ള ഒരു കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക്. ആ വിധത്തിൽ അവർക്ക് പറയാൻ കഴിയുമോ ഇനി അവിടെ വേറെ യാതൊന്നുമില്ല, അല്ലെങ്കിൽ ട്രക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യജീവൻ അവിടെ ഇല്ല എന്നുള്ളവർക്ക് ആർക്കും പറയാൻ പറ്റുമോ? അതല്ലാതെ കണ്ടിട്ട് ഒരു ഡിഫൻസ് വന്ന് അല്ലെങ്കിൽ ഒരു മിലിറ്ററി വന്ന് അല്ലെങ്കിൽ വേറെ ഒരു ഫോഴ്സ് വന്ന് അവർ നോക്കിക്കൊണ്ട് കഴിഞ്ഞു എന്ന് പറയാൻ അങ്ങനെ എഴുതി തള്ളേണ്ട ഒരു കാര്യമാണോ അത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും അത്യാധുനിക സാമഗ്രികളും മറ്റേതായിട്ട് പ്രവർത്തിക്കുന്ന ഈ കാലത്ത് നമുക്കിങ്ങനെ കരയിലുള്ള ഒരു ചെറിയ കാര്യം പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് കണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വളരെ മോശമായും വളരെ മതിപ്പില്ലാതാക്കുന്നതുമാണ്. കാരണം നമ്മൾ വേറെ എവിടെയൊന്നുമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടന്നു. മഞ്ഞുമലയിൽ പോകുന്നു, അതുപോലെ തന്നെ അവിടെ നമ്മളെ നഷ്ടപ്പെട്ട ജവാന്മാരെ അങ്ങനെയെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്ന ഈ കാലത്ത് ഇത് വളരെ വളരെ ലാഘവത്തോടുകൂടി കാണുന്നതുകൊണ്ടാണ്. കാരണം ഇപ്പോഴും നമ്മൾ പറയുന്നിടത്തോളം ഈ തിരച്ചിൽ അല്ലെങ്കിൽ ഈ റെസ്ക്യൂ വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ കെ കെ രവി, ഒരു കാട്ടിക്കൂട്ടലാണോ അവിടെ നമ്മൾ കണ്ടത്? ഈ കഴിഞ്ഞ 7 ദിവസം, അതിലെ ആദ്യത്തെ 4 ദിവസവും വഴിയിലെ തടസ്സം നീക്കാൻ, ദേശീയപാതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവൃത്തികളാണ് അവിടെ നടന്നത്. അല്ലാതെയുള്ള തെരച്ചിൽ നടന്നതായി നമുക്ക് അങ്ങനെയുള്ള ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടേയില്ല. നദിയിൽ ഒഴുകിക്കിടന്ന മൃതദേഹങ്ങൾ കരയ്ക്കടുപ്പിച്ചു, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി എന്നതല്ലാതെ മറ്റു മാധ്യമങ്ങളിലും ഒരു വാർത്തയും കണ്ടില്ല. അർജുനെ കാണാനില്ല എന്നുള്ള കാര്യം അറിയിച്ചതിന് ശേഷം അവിടേക്ക് മനാഫ് അടക്കമുള്ള ആളുകൾ ചെന്നതിന് ശേഷമാണ് അവിടെ തെരച്ചിൽ തന്നെ കൃത്യമായി നടന്നത്. ഇതൊക്കെ നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്. ഇത്രയും പ്രഷർ വന്നു കഴിയുമ്പോൾ ആ പ്രഷറിന് അടിപ്പെട്ട് എന്തൊക്കെയോ ചെയ്തുവെന്ന് വരുത്തി കൈ കഴുകി എല്ലാവരും മടങ്ങുകയാണ്. ഇതായിരുന്നു അവിടെ വേണ്ടത്. എല്ലായിടത്തും തെരയുന്നു എന്ന് പറഞ്ഞ് തെരഞ്ഞു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകി ആ കുടുംബത്തെ പറ്റിച്ചു. ഇതൊക്കെയല്ലേ അവിടെ നടന്നത്? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവർ ആരെയും വിമർശിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ മറ്റൊന്നുമല്ല. ഇതിൽ നടന്നത് നമ്മൾ ആദ്യം നടത്തേണ്ട കാര്യങ്ങൾ ആദ്യം നടത്തിയില്ല, അതിൽ വീഴ്ച വരുത്തി. കാരണം ആദ്യം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ട ഈ വിധത്തിലല്ലായിരുന്നു, അത് നമ്മൾ തടസ്സപ്പെടുത്തി. പിന്നീട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ കരയിലുള്ള തെരച്ചിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇത് നദിയിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു നമ്മൾക്ക് മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ അവർ നദിയിൽ കൂടെ ഒരു പ്രഹസനം തന്നെ നടത്തി മേലെ കയറി ഇത് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തീരാ ദുഃഖമായി മാറുകയാണ്. ഒരു ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പോലും ഏത് വിധത്തിലാണ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ അറിയിക്കാൻ ബാധ്യസ്ഥരല്ലേ? നമ്മളങ്ങനെ മിസ് ചെയ്യാൻ പാടുണ്ടോ?
നമ്മളങ്ങനെ ഒഴിച്ചുവിടാൻ പാടുണ്ടോ? അപ്പോൾ ഈ ഇപ്പം കാണുന്ന ഈ ലാഘവത്തോടുള്ള ഈ സംസാരം, ഇവർ പറയുന്ന ഈ ഡിഫൻസ് ഇങ്ങനെ പറഞ്ഞു, ഡിഫൻസ് പറയുന്നത് ഞങ്ങൾ ഈ റഡാർ സംവിധാനത്തിൽ കണ്ടെത്തിയത് ട്രക്കല്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ റഡാറിനെ വിശ്വസിച്ചുകൊണ്ട് ഈ അന്വേഷണം നിർത്തുക? എന്ത് ബേസ് ചെയ്തിട്ടാണ് ഈ അന്വേഷണം കരയിലുള്ളത് നിർത്തുന്നത്? അല്ലെങ്കിൽ ഈ തെരച്ചിൽ കരയിൽ നിർത്തുന്നത് എന്തൊരു ഉറപ്പിൻ്റെ മേളിലാണ്? ഇയാൾ എവിടെയുണ്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഉറപ്പ് ഇവർക്കാർക്കും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ട്രക്ക് എവിടെയുണ്ടെന്നുള്ള എവിടെയെങ്കിലും ഒരു ഉറപ്പിച്ചോ? അല്ലെങ്കിൽ ആ വിധത്തിൽ ഇനി നദിയിൽ പോയി വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ ട്രക്ക് കണ്ടെത്തുന്നുള്ളതിനെ പറ്റി എന്തുള്ളത്? ഞാൻ ആദ്യവും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, കരയിലെ തെരച്ചിൽ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. കരയിൽ തെരച്ചിൽ അത് 0 ആവുന്നത് വരെ തിരയണം. ആ മണ്ണ് മാറ്റി തെരച്ചിൽ നടത്തി നമ്മൾ അതേ സമയത്ത് തന്നെ നദിയിലും തെരച്ചിൽ നടത്തണം. ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ടീമായിരിക്കണം ഇതിൽ ഉണ്ടാവേണ്ടത്.